ഹായ്, എല്ലാവർക്കും രാകാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു പർച്ചേസ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഡ്രാഗൺ മാർട്ടിൻ്റെ ടൂല് നെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാനും മോനേണ്ണുണ്ട്. മോനേട്ടനാണ് ക്യാമറ പിടിക്കുന്ന ഞാനാണ് കാണാത്ത. അപ്പോൾ ഞങ്ങൾ രണ്ടാം കൂടിയിട്ട് പുറത്തേക്കൊന്ന് പോയി നെക്സ്റ്റോളിൽ പോയി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവിടെ നിന്ന് മേടിക്കണതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളങ്ങനെ റൂമിൽ നിന്നൊക്കെ പോന്നു. പുറത്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മോനെണ്ണാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. മോൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ നമ്മളിനി അവിടെ എത്തിയതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം. വലത്തെ സൈഡിൽ കാണുന്നത് ഡ്രാഗൺ മാർട്ട് 1 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഡ്രാഗൺ മാർട്ട് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഡ്രാഗൺ മാർട്ട് 1-ലല്ല, ഡ്രാഗൺ മാർട്ട് 2-ലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അതെ, ഇതാണ് ഡ്രാഗൺ മാർട്ട് 1. അപ്പോൾ നമ്മൾ ഡ്രാഗൺ മാർട്ട് 2-ലെത്തിയിട്ടാണ്. ഡ്രാഗൺ മാർട്ട് അതിൽ കൂടെയല്ല കിടക്കുന്നത്. ഇത് നമ്മളെ തൊട്ട് താഴെ താഴെ കാണുന്നത് രണ്ടാമത്തെ അഡ്രസ്. പിന്നെ അവിടെ ഒരു മൂന്നത്തെ അഡ്രസ് കൊടുക്കുന്നത്. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അഡ്രസ് കിടക്കാം. അത് നമുക്ക് പോകണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്രോളൊക്കെ അടിക്കാം. പമ്പുണ്ട്. ഈ ഒരൊറ്റ പമ്പ് സിറ്റിയിൽ. പലതരം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് കാണുന്നത് ടെസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൽ നമുക്ക് വ്യത്യസ്ത അളവിലുള്ള ടെൻഡോളുണ്ട്, ചെറുത് ചെറുതുണ്ട്. ഇത് നല്ല ചേച്ചിയധികം മോശമധികം ഇതിന്റെ പ്രൈസ് പറയുന്നത് നമുക്കൊരു വ്യത്യസ്തമായ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതൊക്കെ ചെറുതാക്കി ഉള്ളിൻ്റെ അടുത്ത കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഇലക്ട്രിക് വണ്ടികൾ കാണാം. നമുക്ക് ഇപ്പം എല്ലാ മോഡലുണ്ട്. അധികം കൂലാറിൻ്റെ ഉൽപ്പന്നങ്ങളുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ ഇതിന് മുന്നേ കാണിച്ച വണ്ടി നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടിയാണ്, ലോറി പോലത്തെ. ഇതൊക്കെ ടൂ വീലർ ഇലക്ട്രിക്കിൻ്റെയാണ്. ഒരുപാട് ടൂ വീലേഴ്സ് ഉണ്ട് ഇവിടെ. ഫർണിച്ചർ ഐറ്റംസ് മാത്രമായിട്ടുണ്ട്. ഇതെല്ലാം ഈ ഷോറൂം ചൈനീസിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ള കാറുകളാണ്. ഇതിലൊക്കെ 4 കാർ മോഡലുകളുണ്ട്. ഇവിടെ കണ്ടാണ് ഇവിടെ കാണുന്നത് ടോയ്സിൻ്റെ തന്നെ വൻ സെലക്ഷനാണ്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ടോയ്സ് പോലെ തന്നെയുണ്ട്. അതിൻ്റെ ബാക്കിൽ ഒരു ഷോറൂം ഉണ്ട് കേട്ടോ ടോയ്സിൻ്റെ. ഞാനങ്ങനെ നെക്സ്റ്റ് റൂമിലേക്ക് വരപ്പോൾ മോനെന്നെ ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ചായ മേടിച്ചു, 2 ഉള്ളിവട, ഒരു ബ്രെഡിൻ്റെ സാൻഡ്വിച്ച്, ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചു. അപ്പോൾ ഞാനത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. പിന്നെ നമ്മൾ നേരെ വന്നത് കേക്കുകളും ഫുഡ് ഐറ്റംസിൻ്റെ ഭാഗത്തേക്കാണ്. ഇവിടെ പല തരത്തിലുള്ള കേക്കുകൾ വെച്ചിട്ടുണ്ട്.
ബേക്കറി ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത്. ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ മെല്ലെ ഇങ്ങനെ ഇടണം. ഞങ്ങളിപ്പോൾ മീൻ സെക്ഷനിലേക്കാണ് വന്നേക്കുന്നത്. അവിടെ പല പൈസ മീനുണ്ട്. അപ്പം അതിൽ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് ഇന്ന് വാള, ആട്ടുവാള, പിന്നെ ഒന്ന് മേടിച്ചിട്ടുണ്ട് ചൂര, അതായത് കുടുത. പിന്നെ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും അറിയില്ല. ഇതാണ് തപ്പിൽ ഞാൻ പറഞ്ഞേക്കണ മീൻ. ഇത്രയും 3 ഐറ്റം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവിടെ ഈ കടക്കകൾ എന്തൊരു ഭംഗിയല്ലേ നമ്മുടെ മാർക്കറ്റിൽ. ഇവിടുത്തെ മാർക്കറ്റ് മാള് ഇല്ലേ? മാളിൻ്റെ ഉള്ളാണ്. അപ്പം കണ്ടാലും ആ മീൻ ഇങ്ങനെ ഭംഗി കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ അല്ലേ അല്ലേ? അത്ര രീതിയിൽ അടക്കി ഒതുക്കി ഒതുക്കി വെച്ചിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു ഭംഗിയാണ്. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റ് പർച്ചേസിങ് കഴിഞ്ഞിട്ടാ എൻ്റെ പ്രോഫിറ്റും കഴിയും. അപ്പം ഇത്രയധികം സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത്. പച്ചക്കറി മേടിച്ചിട്ടുണ്ട്, മീനും അങ്ങനെയുള്ള ഐറ്റംസാണ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്നാ നാളെ തിരിഞ്ഞ് പുറത്ത് പോകാൻ ക്യാറ്ററിങ്ങിൻ്റെ പരിപാടിക്ക് ഒരു ചാവത്തുകൾ മേടിച്ചിട്ടുണ്ട്. അടുപ്പൊക്കെ നമ്മൾ മുന്നേ തന്നെ മേടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് മീനും പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റമായിട്ട് കുറച്ച് മേടിച്ചിട്ടുണ്ട്. നെക്സ്റ്റോല് നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞ് കൊണ്ടുപോയ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെക്കണ്ട, ഇത് മറ്റേ ഒരു തെർമൽ ബോക്സാണ് കേട്ടോ. നമുക്ക് ചിക്കനൊക്കെ കൊണ്ടുപോകാനായിട്ട് ഐസ് ഇട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെയുള്ള തൈര് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മൊത്തം എത്രയും 230 ദർഹത്തിൻ്റെ സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത്. അപ്പം നെക്സ്റ്റ് ഒന്ന് നമ്മൾ ഇറങ്ങായി. അപ്പം അതിൻ്റെ ഒപ്പം നമുക്കൊരു വേണമെങ്കിൽ അതിൻ്റെ ഒരു കൂപ്പൺ സാംസങ് ഇയർബഡ്സ്, സാംസങ് ഗാലക്സിൻ്റെ ഇയർബഡ്സ് നമുക്ക് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 125 ആണ്. പക്ഷേ നമുക്ക് 50 ദർഹം ഡിസ്കൗണ്ട് ഉണ്ട്. നല്ല സാധനം. പക്ഷെ നമ്മുടെ കയ്യിൽ കാശാത്തോണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് ഒന്ന് ഇറങ്ങായിട്ടാണ്. ഇത് കുറച്ചും കൂടി വലുപ്പം കൂടിയ ബൈക്കുകളാണ് കേട്ടോ. ഒക്കെ ഇലക്ട്രിക് തന്നെയാണ്. നേരത്തെ കാണിച്ച് ചെറിയ സ്കൂട്ടേഴ്സാണ് കാണിച്ചത്. ഇത് കുറച്ചുകൂടി വലുപ്പമുള്ള. അപ്പോൾ ഡ്രാഗൺ ഉള്ളിൽ ഞങ്ങൾ വന്ന് നെക്സ്റ്റോൻ്റെ ഉള്ളിലൊക്കെ കയറി പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾ എന്തൊക്കെ മേടിച്ചതെന്നുള്ള സാധനങ്ങൾ. പിന്നെ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കുട്ടികൾക്ക് കളിക്കാനും പല എന്താ പറയുക ഡ്രസ്സിൻ്റെയും എല്ലാത്തിൻ്റെയും ഉണ്ട്. പിന്നെ അതുപോലെ നമുക്കിതിൽ സിനിമ തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഇതൊക്കെ ഇവിടെ വന്നിട്ടാണ് സിനിമയും കാണാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഒന്നും ബെൽ ബട്ടൺ അടിക്കട്ടോ. ടാറ്റാ, ബൈ ബൈ. ഒരു കാര്യം കൂടി പറയാനുണ്ട്, എനിക്കൊരു ചാനലും കൂടി ഉണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് അവർ ജേണി വ്ളോഗ്. അതായത് ഞാനും മോനേനും കൂടിയിട്ട് വേറൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളത് കുറേ നാളായി മോനായിട്ട് തുടങ്ങിയതിന് ശേഷം മോനേൻ്റെ ഒരു ഇതാണ് ഞാൻ തുടങ്ങിയത്. എനിക്കങ്ങനെ ഇഷ്ടമുള്ള ആളല്ല അവനെ. പിന്നീടാണ് ഞാൻ കിച്ചനായിട്ട് തുടങ്ങിയത്. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് അവർ ജേണി വ്ളോഗ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്യാലോ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.